പ്രിയമുള്ളവരെ, വചനജ്വാല 1571 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 19 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ക്രിസ്മസിന്റെ ഏറ്റവും അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉണ്ണിയേശു മണ്ണിലെ മാനവർക്കായി പിറക്കാൻ ഇനി വെറും 6 നാൾ മാത്രം. നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് ശുദ്ധമാക്കി ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 33 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഒരുവനെ പേടിച്ച് 1000 പേർ ഓടും. 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എല്ലാവരും ഓടും. നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കുടിമരവും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെ ആയിരിക്കും. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജനത്തിന്റെ മാനസാന്തരം. ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലെ പോവുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞു കളയും. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും. ധാന്യം സമൃദ്ധമായി വിളയും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. നിലം ഉഴുകുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലുകൊണ്ടും ഒതുക്കിയതും ഉപ്പു ചേർത്തതുമായ വൈക്കോൽ തിന്നും. മഹാസംഹാരത്തിന്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണ് തകരുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും വെള്ളം നിറഞ്ഞ അരുവികൾ ഉണ്ടാകും. കർത്താവ് തന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ചുകെട്ടുകയും തന്റെ പ്രഹരം കൊണ്ടുണ്ടാക്കിയ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യന്റെ ശോഭ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളിലെ പ്രകാശം പോലെ ഒന്നിച്ചായിരുന്നാൽ എന്ന പോലെ 7 ഇരട്ടിയും ആകും. അസീറിയയ്ക്ക് ശിക്ഷ. അവിടുത്തെ കോപം കൊണ്ട് ജ്വലിച്ചും കനത്ത പുക വമിപ്പിച്ചും കൊണ്ട് ഇതാ കർത്താവിന്റെ നാമം ദൂരെ നിന്ന് വരുന്നു. അവിടുത്തെ അധരങ്ങൾ രോഷാകുലരാണ്. അവിടുത്തെ നാവ് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയും ആണ്. കവിഞ്ഞൊഴുകുന്നതും കഴുത്ത് വരെ എത്തുന്നതുമായ നദിക്ക് തുല്യമാണ് അവിടുത്തെ ശ്വാസം. അത് ജനതകളെ നാശത്തിന്റെ അരിപ്പയിൽ അരിക്കുന്നു. അവരുടെ താടിയെല്ലിൽ വഴിതെറ്റിക്കുന്ന കടിഞ്ഞാൻ ബന്ധിക്കുന്നു. ഉത്സവരാത്രിയിൽ എന്ന പോലെ നിങ്ങൾ ഗാനമാലപിക്കും.
ഇസ്രായേൽ രക്ഷാശിലയായ കർത്താവിന്റെ പർവ്വതത്തിലേക്ക് കുഴൽനാദത്തിനൊത്ത് പോകുമ്പോഴെന്ന പോലെ നിങ്ങൾ ഹൃദയത്തിൽ ആനന്ദിക്കും. ഉഗ്രകോപത്താലും ദഹിപ്പിക്കുന്ന അഗ്നിയിലും അഗ്നിജ്വാലയിലും ഇടിമുഴക്കത്തിലും കന്മഴയിലും കർത്താവ് പ്രഹരിക്കാൻ കരം വീശുന്നത് പോലെ നിങ്ങൾ കാണുകയും അവിടുത്തെ ഭീകര ശബ്ദം നിങ്ങൾ കേൾക്കുകയും ചെയ്യും. കർത്താവ് തന്റെ ദണ്ഡുകൊണ്ട് പ്രഹരിക്കുമ്പോൾ അവിടുത്തെ സ്വരം കേട്ട് അസീറിയർ ഭയവിഹ്വലരായിത്തീരും. ശിക്ഷാദണ്ഡുകൊണ്ട് കർത്താവ് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദം ഉയരും. കരം ചുറ്റി അവിടുന്ന് അവരോട് യുദ്ധം ചെയ്യും. ദഹിപ്പിക്കാനുള്ള സ്ഥലം പണ്ടേ ഒരുക്കിയിട്ടുണ്ട്. രാജാവിന് വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ചിത ആഴമേറിയതും വിസ്താരമുള്ളതുമാണ്. അഗ്നിയും വിറകും ധാരാളം കരുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ നിശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ ജ്വലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ നെമേസിയോണിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഡേസിയൂസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ഈജിപ്തുകാരനായ നെമേസിയോൺ ഒരു മോഷണക്കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് പ്രീഫെക്റ്റിന്റെ അടുക്കലേക്ക് വിടുകയും ചമ്മട്ടി കൊണ്ടടിച്ച് കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും ഒപ്പം തീയിൽ ദഹിപ്പിക്കാൻ പ്രീഫെക്റ്റ് ഉത്തരവിട്ടു. മർദ്ദനയന്ത്രത്തിൽ കിടന്ന് പിടഞ്ഞിരുന്ന ഒരു ക്രിസ്ത്യാനിയെ സഹായിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിന് പടയാളികൾ ഉൾപ്പെടെ 5 ക്രിസ്ത്യാനികളെ ശിരസ് ഛേദിച്ച് വധിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് വിശുദ്ധ അനാസ്തിയൂസ് പാപ്പ പ്രഥമനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. 39ാം മാർപ്പാപ്പ അഗാധമായ ദാരിദ്ര്യത്താലും പ്രേക്ഷിത തീഷ്ണതയാലും ജ്വലിച്ചിരുന്നു. ഒരിജന്റെ ഡൊണേസ്റ്റിസ്റ്റുകളുടെയും അബദ്ധങ്ങളുടെയും പ്രചാരണം വിദഗ്ധമായി തടഞ്ഞത് ഈ മാർപ്പാപ്പയാണ്. 3 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം തൻ്റെ നിത്യസമ്മാനം വാങ്ങിക്കാനായി സ്വർഗത്തിലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, വിശുദ്ധ നെമേസിയോണിൻ്റെയും വിശുദ്ധ അനസ്താസിയൂസ് പ്രഥമൻ മാർപ്പാപ്പയുടെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.